ഹായ്, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ മൈക്രോസോഫ്റ്റ് എക്സലിനെ പോലെ തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓൺലൈനിലുള്ള ഗൂഗിൾ ഷീറ്റിനെ കുറിച്ചാണ്. ഗൂഗിൾ ഷീറ്റും മൈക്രോസോഫ്റ്റ് എക്സലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഗൂഗിൾ ഷീറ്റ് നമുക്ക് ഓൺലൈനിൽ എവിടെ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. രണ്ടാമത്, ഒരേ സമയം ഒന്നിൽ കൂടുതൽ പേർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റൊന്ന്, ആ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരേ സമയം ആശയവിനിമയം നടത്തി നമ്മൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് അവരുടെ കയ്യിൽ നിന്നും സ്വീകരിച്ച് അതും നമ്മുടെ ഈ പറയുന്ന തയ്യാറാക്കപ്പെടുന്ന ഇൻഫർമേഷൻസിനകത്ത് അല്ലെങ്കിൽ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. എന്നാൽ എക്സലിൻ്റെ മിക്ക കമാൻഡുകളെയും നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ എക്സലിൽ ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ടെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏത് ലാംഗ്വേജിലുള്ളതാണോ അത് മാറ്റി മറ്റൊരു ലാംഗ്വേജിലേക്ക് മാറ്റിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഫങ്ഷനുകളെയും നമുക്കിവിടെ ഗൂഗിൾ ഷീറ്റിൽ ഉപയോഗിക്കാൻ കഴിയും. അപ്പം മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് എക്സൽ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയാണ് ഗൂഗിൾ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രധാനമായും നമ്മൾക്ക് മിക്കവർക്കും ഇപ്പോൾ ജിമെയിലിനകത്ത് ഇമെയിൽ ഐ ഡി ഉണ്ടാവും. ആ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ബോക്സുകൾ നിരത്തി വെച്ചിരിക്കുന്ന ഒരു സിമ്പിൾ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന സർവീസുകൾ എന്തൊക്കെയാണോ അത് മൊത്തം നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിനകത്ത് നിന്നാണ് നമ്മൾ ഗൂഗിൾ ഷീറ്റിനെ എടുക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. അവരോടും പറയുക എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനായിട്ട്. അപ്പം നമ്മൾക്ക് ഗൂഗിൾ ഷീറ്റിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ ജിമെയിൽ ലോഗിൻ ചെയ്യുക. മെയിൽ ബോക്സ് ലോഗിൻ ചെയ്ത് വരുന്ന സമയത്ത് കിട്ടുന്ന സ്ക്രീനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ ആപ്സ് എന്നെഴുതിയിരിക്കുന്ന ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന സർവീസുകൾ. അത് പലതും നമ്മൾ പല ഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, ഗൂഗിൾ ഫോട്ടോസ് ഉണ്ട്, യൂട്യൂബ്, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണുകളിലേക്ക് വേണ്ടുന്ന പ്ലേ സ്റ്റോറിൽ വേണ്ടുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് ഉണ്ടാവും, ഗൂഗിൾ സെർച്ച് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്. അങ്ങനെ നിരവധി ആപ്ലിക്കേഷനുകൾ നമുക്ക് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. പലതരത്തിലുള്ള സേവനങ്ങൾ നമ്മൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ വെബ് ബ്രൗസറിനെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ഫോമുകൾ മേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗൂഗിൾ എർത്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ വേണ്ടുന്നത് ഗൂഗിൾ ഷീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഷീറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൈക്രോസോഫ്റ്റിനെ പോലെ തന്നെ നമ്മൾക്ക് പുതിയ ഷീറ്റാണോ വേണ്ടുന്നത് അതോ ടെംപ്ലേറ്റുകളാണോ? ടെംപ്ലേറ്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഒരു പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റ് അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ളവയാണ് ടെംപ്ലേറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതെടുത്ത് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടുന്ന ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഫയലാണ്. അതുകൊണ്ട് ഞാൻ ബ്ലാങ്ക് ഫയൽ ചൂസ് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓപ്പണായി വരുന്നത് MS എക്സലിൻ്റെ സ്ക്രീൻ പോലെയുള്ളവ തന്നെയാണ്. എക്സലിൻ്റെ മിക്ക കമാൻഡുകളെയും നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് എക്സലിനേക്കാൾ. എന്നാൽ പവർഫുൾ എപ്പോഴും മൈക്രോസോഫ്റ്റ് എക്സൽ തന്നെയാണ്. ഇവിടെ ഞാൻ കുറേ ഫ്രൂട്ട്സുകളുടെ പേരുകൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുകയാണ്. അതെനിക്ക് നമ്മുടെ റീജിയണൽ ലാംഗ്വേജായ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയായിരിക്കും അത് മാറ്റാൻ കഴിയുന്നതെന്ന് നമുക്ക് നോക്കാം.
ഇനി നമ്മൾ ഫോമുല എഴുതുകയാണ് ചെയ്യുന്നത്. ഫോമുല എഴുതുന്നത് എക്സലിനെ പോലെ തന്നെ നമ്മൾ ഈക്വൽ സിമ്പലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. അതിനുശേഷം ഏത് സെല്ലിലുള്ള വിവരമാണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോമ കൊടുക്കുക. നമ്മുടെ നിലവിലുള്ള സോഴ്സ് ലാംഗ്വേജ് ഏതാണെന്ന്. അപ്പം നമുക്ക് ലാംഗ്വേജ് ഫുള്ളായിട്ടല്ല എഴുതേണ്ടത്, അതിൻ്റെ ഷോർട്ട് ഫോം എഴുതിയാൽ മതിയാവും. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലാംഗ്വേജിൻ്റെയും ഷോർട്ട് ഫോം എന്താണെന്നുള്ളത് ഗൂഗിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ നിലവിൽ സോഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയതിനാൽ ഡബിൾ കോട്ട്സിൽ EN എന്ന് ടൈപ്പ് ചെയ്യുക, ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള ചുരുക്കെഴുത്ത്. അതിനുശേഷം വീണ്ടും കോമ കൊടുക്കുക. ഫോമുല നിങ്ങൾ തെറ്റിക്കരുത്. തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോം കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാകില്ല. അത് എററായിട്ടായിരിക്കും വരുന്നത്. നമ്മൾ എഴുതുന്ന മിസ്റ്റേക്കുകളെയാണ് കമ്പ്യൂട്ടറിനകത്ത് എറർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ നിന്ന്. അതുകൊണ്ട് അടുത്തത് ടാർഗറ്റ് ലാംഗ്വേജ് ടൈപ്പ് ചെയ്യാം. മലയാളത്തിന് വേണ്ടിയിട്ട് ML എന്നാണ് ഷോർട്ടിൽ എഴുതുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് സെല്ലിലുള്ള ഡേറ്റയാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് കോമ, ലാംഗ്വേജ് ഡബിൾ കോട്ട്സിൽ കൊടുക്കുക, സോഴ്സ്. അതേപോലെ തന്നെ ടാർഗറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഡബിൾ കോട്ട്സിൽ കൊടുത്ത് കോട്ട്സ് ക്ലോസ് ചെയ്യാനൊന്നും മറക്കരുത്. അത് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എററായിരിക്കും വരുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫ്യൂ മിനിറ്റ് നമുക്ക് ആ ലോഡിംഗ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിരിക്കും കാണുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള ഫോമുല താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ MS എക്സലിൻ്റെ അതേ ടെക്നിക്സ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ Ctrl+D കൊടുത്താൽ മതി. നമുക്ക് ആ ഫോമുല മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസുകളുടെ കോപ്പി താഴോട്ടേക്ക് കൊണ്ടിരുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് ട്രാൻസ്ലേറ്റ്, അത് ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. ഇംഗ്ലീഷോ ഹിന്ദിയോ ഏത് ലാംഗ്വേജ് നിങ്ങൾക്ക് ഏതാണോ ലാംഗ്വേജ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം കറക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.